ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ 3 ഫേവറേറ്റ് ലിപ് ഷെയ്ഡ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ലിപ് ഷെയ്ഡ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ മോസ്റ്റ് ഓഫ് ദി ഡേ ഞാൻ യൂസ് ചെയ്യുന്ന 3 കളറാണ് പിക്ക് ചെയ്തത്. ഒന്ന് നമ്മളുടെ ഫേവറേറ്റായ ഓറഞ്ച് ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച് ഷെയ്ഡ്. ഇത് മാസിൻ്റെ ഓറഞ്ച് ഷെയ്ഡാണ്. അപ്പോൾ ഇത് ക്രയോൺ ടൈപ്പാണ്, എന്നാൽ അധികം മാറ്റല്ല, കുറച്ച് ഒരു നല്ല സ്മൂത്തി ടൈപ്പാണ്. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ഭയങ്കരമായിട്ട് വൈറലായ ലിപ്സ്റ്റിക്കായിരുന്നു, അതൊരു നല്ല റിവ്യൂ ഉള്ള ലിപ്സ്റ്റിക്കായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ പണ്ട് മുതലേ ഓറഞ്ച് ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച് ഷെയ്ഡ്. എനിക്ക് ഭയങ്കരമായിട്ട് സൂട്ട് ചെയ്യുന്നത് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏത് കമ്പനിയുടെയും ഓറഞ്ച് ഷെയ്ഡ് ഞാൻ നോക്കി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാസിൻ്റെ പ്രൊഡക്റ്റായിരുന്നു ഇത്. അപ്പോൾ ലിപ് ലൈനർ കൂടി ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അടുത്തത് എൻ്റെ അൾട്ടിമേറ്റ് ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വെൽവെറ്റ് റോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മാറ്റ് ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ഒരു ന്യൂഡ് ടൈപ്പാണ്. ഞാൻ പ്രോഗ്രാമിനും അതുപോലെ തന്നെ എൻ്റെ ന്യൂസ് റീഡിങ്ങിനൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ അല്ലാതെ വാങ്ങിച്ചതാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ ബാക്കി കമൻറ്റിൽ പറഞ്ഞു തരാം. ഇനി അടുത്തത് ഞാൻ ലാസ്റ്റായിട്ട് ഞാൻ വാങ്ങിച്ചൊരു ബ്രൗൺ ലിപ് ഷെയ്ഡാണ്, ഡാസ്ലറിൻ്റെ. ഞാൻ ഇതുവരെയായിട്ടും ബ്രൗൺ യൂസ് ചെയ്യാറില്ലായിരുന്നു, എന്നാൽ എനിക്കത് യൂസ് ചെയ്തപ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്ക് കിട്ടിയതുപോലെ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ബ്രൗൺ ലിപ് ഷെയ്ഡ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചില ഔട്ട്ഫിറ്റിനൊക്കെ വേറെ ഒരു ലുക്ക് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ബ്രൗൺ ലിപ് ഷെയ്ഡ് യൂസ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതിലേത് ലിപ് ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യൂ. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ, ടാറ്റാ.